ഡ്രൈവറിന്റെ മൊഴി തെറ്റ്. KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ബസ്സിന് ബ്രേക്ക് തകരാർ ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിന് ബ്രേക്ക് തകരാർ ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് ഡ്രൈവർ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ വാഹനത്തിന് ബ്രേക്ക് തകരാർ ഇല്ലെന്ന് കണ്ടെത്തി. വാഹനത്തിൽ സ്പീഡ് ഗവർണർ ഉണ്ടായിരുന്നു എന്നും MVD പറയുന്നു. കൂടുതൽ വ്യക്തതയ്ക്കായി വണ്ടിയുടെ വീൽ അഴിച്ച് പരിശോധന നടത്തും. കുറഞ്ഞ ഗിയറിൽ ഇറങ്ങിയതാണോ അപകടത്തിന് കാരണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും. വാഹനത്തിൽ സ്പീഡ് ഗവർണർ, GPS ഉൾപ്പെടെയുണ്ട്. അവ പ്രവർത്തന യോഗ്യമാണോ എന്ന് ഇപ്പോൾ അറിയാൻ കഴിയില്ലെന്നും കൂടുതൽ പരിശോധന വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാവേലിക്കര സ്വദേശികളായ 4 പേർ മരിച്ച KSRTC ബസ് അപകടത്തിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇന്നലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തുടർന്നാണ് വണ്ടിപ്പെരിയാർ ജോയിന്റ് RTOയ്ക്ക് ചുമതല നൽകി മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണ സംഘം നേരിട്ടെത്തി ബസ് പരിശോധിച്ചു. അപകട കാരണം കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. കൊക്കയിൽ കിടന്നിരുന്ന ബസ് ഇന്നലെ രാത്രി ഉയർത്തി റോഡിലെത്തിച്ചിരുന്നു. തീർത്ഥയാത്ര കഴിഞ്ഞ് തഞ്ചാവൂരിൽ നിന്നും തിരികെ വരുന്ന KSRTC ബസ്സാണ് ഇന്നലെ രാവിലെ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. വഴിയരികിലെ ക്രഷ് ബാരിയർ തകർത്ത് കൊക്കയിലേക്ക് വീണെങ്കിലും ഒരു റബ്ബർ മരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ബസ്. അരുൺ ഹരി, രമാമോഹനൻ, സംഗീത്, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്.